ഇവരെയും ദൈവ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവാത്മാവിൽ സന്തോഷിക്കുവാനും ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിച്ചു. 1000 പേർക്ക് 10,000 പേർക്ക് ഈ സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ അനേകർ വേദനയിലും കണ്ണുനീരിൻ്റെ അനുഭവത്തിലും ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം വലുതാണ്, നമുക്ക് തന്നിരിക്കുന്ന ആനന്ദം വലുതാണ്. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നമ്മെ അതിശയകരമായി സൂക്ഷിച്ചു, അത്ഭുതകരമായി സൂക്ഷിച്ചു. എണ്ണത്തിൽ ഒന്നുപോലെ കുറയാതെ, കുടിക്കുവാൻ ആഹാരം കുടിക്കുവാൻ വെള്ളം കുറയാതെ, തിന്നുവാൻ ആഹാരം കുറയാതെ നമ്മെ സമൃദ്ധിയായി നടത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എൻ്റെ ഇടയനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറഞ്ഞില്ല, ഒരു കുറവും ഉണ്ടായില്ല, ഒന്നിനും മുട്ടുണ്ടായില്ല. എൻ്റെ കുടുംബം സമൃദ്ധിയായിരുന്നു, എൻ്റെ ജീവിതം സമൃദ്ധിയായിരുന്നു. എനിക്ക് പറയാൻ കഴിയും സഭ അനുഗ്രഹമായിരുന്നു. അവർക്ക് പകലിൽ സന്തോഷമുണ്ട്. ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ട സമയമാണ്. ഹല്ലേലൂയ. സഭായോഗത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ് വചന ശുശ്രൂഷ അല്ലെങ്കിൽ വചനം. അതാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. സ്തോത്രം. വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്, വചനമാണ് നമ്മെ വിടുവിക്കുന്നത്, വചനമാണ് നമ്മെ നിലനിർത്തുന്നത്, വചനമാണ് നമ്മെ ഉയർത്തുന്നത്, വചനമാണ് സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്നത്. ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തോളം വലിപ്പമുള്ള ദൈവത്തിന്റെ വചനം, ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ വചനം ഈ പകൽ നമ്മൾ കേൾക്കുമ്പോൾ വചനത്തിന്റെ ചൈതന്യം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. വചന ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ലൂക്കോസ്. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവൾ വിധവയായിരുന്നു. പട്ടണത്തിലെ വലിയ ഒരു പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവും മനസ്സലിഞ്ഞു. ബാക്കി ഭാഗം പിന്നീട് വായിക്കാം. അവളെ കണ്ടിട്ട് കർത്താവ് അവനോട് മനസ്സലിഞ്ഞു. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് പറയാമോ? അവളെ കണ്ടിട്ട് കർത്താവ് അവളോട് മനസ്സലിഞ്ഞു. അടുത്തിരിക്കുന്ന ആളിന്റെ കരം പിടിച്ച് കുലുക്കി ചിരിച്ച മുഖത്തോട് പറ, കർത്താവ് നിന്നെ കണ്ട് മനസ്സലിയും. കർത്താവ് നിന്നെ ഇന്ന് കണ്ട് മനസ്സലിയും. അവൻ മനസ്സലിഞ്ഞ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം പിന്നെ കരയേണ്ട വരത്തില്ല. അതിന് ഒരവസാനം വരും, അതിന് ഒരാന്ത്യം വരും. എത്രയൊക്കെ വിശ്വാസമുണ്ട്? കർത്താവ് എന്നെ കണ്ടെന്ന് മനസ്സലിയും, കർത്താവിന്റെ വിഷയത്തെ കണ്ട് മനസ്സലിയും, കർത്താവിന്റെ സഭയെ കണ്ട് മനസ്സലിയും, കർത്താവിന്റെ കുഞ്ഞുങ്ങളെ കണ്ട് മനസ്സലിയും. ഈ ദിവസങ്ങളിൽ കരയുന്ന ചില വിഷയങ്ങളുണ്ട്, എനിക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. അത്ര നീറുന്ന വിഷയം, ആരും അറിയാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഞാൻ കരഞ്ഞു. ആ കരച്ചിലിന് അന്ത്യം കുറിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും, ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് കഴിയും എന്നെന്ന് പകലിൽ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ജീസസ് വ്യക്തമായി ഈ പകൽക്കാലം നിങ്ങൾക്ക് വാക്ക് തരികയാണ്.
സഭയോട്, നിങ്ങളോട് ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിക്കുന്നുണ്ട്. ചില കണ്ണുനീരിന് അവസാനം കുറിച്ചുകൊണ്ട്, ചില വേദനകൾക്ക് അവസാനം കുറിച്ചുകൊണ്ട്, നിലവിളിക്കുന്ന നിന്റെ നിലവിളികൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഈ പകൽക്കാല സ്വർഗ്ഗത്തിലെ ദൈവം നിന്നോട് മനസ്സലിയുന്ന ഒരു പകൽക്കാലമാണ് ഈ സഭായോഗം എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ആര് ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നവർ വരുന്ന ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ഒരു വിടുതൽ കാണുമെന്നല്ല ദൈവാത്മാവ് പറയുന്നത്, അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. അത് ഇന്ന് വരെ കണ്ടതുപോലെ അല്ല, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതുപോലെ അല്ല, ഇതുവരെ കേട്ടിട്ടുള്ളത് പോലെയല്ല. അതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബതലങ്ങളിൽ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മേഖലകളിൽ, ജീവിതത്തിന്റെ മേഖലകളിൽ വ്യക്തമായി വെളിപ്പെട്ടു വരും. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ ശിഷ്യന്മാരും പുരുഷാരവുമായി പട്ടണങ്ങൾ തോറും യേശു കർത്താവ് നടന്നു പോയി. ഹല്ലേലൂയ. കാണുന്ന രോഗികളെ സൗഖ്യമാക്കി, അന്ധന്മാർക്ക് കാഴ്ച നൽകി, ചെകിടന്മാർക്ക് കാഴ്ച നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ നൈൻ എന്ന പട്ടണത്തിലേക്ക് ഒരു ദിവസം യേശുവും പുരുഷാരവും ശിഷ്യന്മാരുമായി പോകുകയാണ്. യേശു വെറുതെ അല്ല അവിടെ പോകുന്നത്. യേശു ചുമ്മാതെ അല്ല നൈൻ പട്ടണത്തിലേക്ക് പോകുന്നത്. അവിടെ കരയുന്ന ഒരു സഹോദരിയുണ്ട്, അവിടെ കരയുന്ന ഒരു ആന്റിയുണ്ട്. ജീവിതത്തിൽ നിവർത്തുവാൻ കഴിയാതെ, ഈ ലോകത്തിന് പരിഹാരം വരുത്താൻ കഴിയാത്ത ഒരു ഭയങ്കര വിഷയം ഈ ആന്റിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പട്ടണത്തിന്റെ വാതിൽക്കൽ അടുക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചു പോയ ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മരിച്ചു പോയ ഒരുത്തനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പട്ടണത്തിന്റെ അകത്ത് നിന്ന് ഒരു വിലാപയാത്ര വരികയാണ്. മരിച്ചുപോയ ഒരു ബാല്യക്കാരനെ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് ഒരു വിലാപയാത്ര കടന്നു വരുന്നു. ഇതിന്റെ നടുവിൽ ഈ ബാല്യക്കാരന്റെ അമ്മ അതിശക്തമായി കരയുകയാണ്, നെഞ്ചിലിടിക്കുന്നു. ആരുമില്ല, ഏക ആശ്രയമായിരിക്കുന്ന ഈ വിധവയാണ്. ആമേ, ഇനി ഒരു തലമുറ അവരുടെ ജീവിതത്തിലില്ല, ഭർത്താവില്ല, ആശ്രയിപ്പാൻ ഒരു വകയുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവളായി, തകർന്നവളായി, നിലവിളിക്കുവാൻ മാത്രം അല്ലാതെ മറ്റൊന്നും കഴിയാതെ തളർന്നവളായി, ക്ഷീണിച്ചവളായി, നിലവിളിയോടെ ആ പട്ടണത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോ ഇതാ പട്ടണത്തിന്റെ വാതിൽക്കൽ എത്തുന്ന സമയത്ത് ഒരു വലിയ ഘോഷത്തോടെ യേശുവും ശിഷ്യന്മാരും പുരുഷാരവുമായി അതിനെ എതിരേൽക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് പകലിൽ സന്തോഷമുണ്ട്? ആമേൻ. നിലവിളിക്കേണ്ട സ്ഥാനത്ത്, തകർന്നു പോകേണ്ട സ്ഥാനത്ത് യേശു നമ്മുടെ കൂടാരത്തിൽ വന്നതുകൊണ്ടാണ് ഇന്ന് പകലിൽ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയുന്നത്. യേശു നമ്മെ തേടി വന്നതുകൊണ്ടാണ്. യേശുവിനെ ആരും തേടിപ്പോയതല്ല, ആമേൻ, ദൈവം നമ്മെ തേടി വന്നു. അതുകൊണ്ടാ ഇന്ന് പകലിൽ ഈ വചനം നമുക്ക് സന്തോഷമായി ഈ ആലയത്തിന്റെ ഉള്ളിൽ ഞെരുങ്ങിയിരുന്ന് ഈ ചൂടുകൾ സഹിച്ച്, ഈ ഞെരുക്കം സഹിച്ച് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഒരു കാരണമുണ്ട്. നാം തകർന്നിരുന്ന സമയത്ത്, എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞ സമയത്ത്, കുടിക്കുവാൻ വെള്ളമില്ലാതിരുന്ന സമയത്ത്, തിന്നുവാൻ
തിന്നുവാൻ ആഹാരമില്ലാതിരുന്ന സമയത്ത്, ഉടുക്കുവാൻ വസ്ത്രമില്ലാതിരുന്ന സമയത്ത് ഈ യേശു അവൻ തേടി വരാനിടയായി. ഹല്ലേലൂയ. ഈ യേശുവിന്റെ സ്നേഹം നമുക്ക് രുചിച്ച് അറിയുവാനിടയായി. ഹല്ലേലൂയ. അല്ല എങ്കിൽ എന്നേ നമ്മൾ തകർന്നു പോകുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരെ കുറിച്ച് ദൈവം പറയുന്നു, യേശു നിങ്ങളെ തേടി വന്നില്ലായിരുന്നു എങ്കിൽ, യേശുവിനെ നിങ്ങൾ അറിഞ്ഞില്ല ഇരുന്നു എങ്കിൽ, യേശുവിനെ നിങ്ങൾ വിളിച്ചില്ല എന്ന് ഇരുന്നു എങ്കിൽ, അവൻ നിശ്ചയമായി പലരും ഇന്ന് ഈ ഭൂമുഖത്തിൽ ഉണ്ടായിരിക്കത്തില്ല, ജീവനോടെ ശേഷിച്ചിരിക്കില്ല. എന്നേ മരിച്ച് ഈ ഭൂമുഖത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട നമ്മെ യേശുവിന്റെ സ്നേഹത്താൽ മാരകമായ രോഗങ്ങളെ അവന്റെ അടിപ്പിണലുകളാൽ സൗഖ്യമാക്കി നമ്മെ ഇവിടെ കൊണ്ടുവന്ന ദൈവം വലിയവനല്ലേ? അവനെ കരമുയർത്തി ഈ രാവിലെ സ്തുതിക്കാമോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ ദൈവം ഇന്ന് പകലില് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവനോട് പറയുന്നു, അസാധ്യമെന്ന് കരുതുന്ന വിഷയത്തിന്റെ മേൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിവേഗത്തിൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കൂടാരത്തിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി കരയുന്ന, നിനക്ക് വേണ്ടി കരയുന്ന നിന്റെ കുടുംബത്തിന് വേണ്ടി കരയുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതാ ദൈവത്തിന്റെ കരം നിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ 2019 4-ാം മാസം 7-ാം തീയതി ആത്മാവ് പ്രവചിക്കുന്നു. അസാധാരണമായ ചില പ്രവൃത്തികളെ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി, ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, ഭയപ്പെടുന്നവർക്ക് വേണ്ടി എന്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാ. എന്റെ അത്ഭുതങ്ങൾ അവർ കാണാൻ പോകുകയാ. എന്റെ വീര്യ പ്രവൃത്തികൾ അവർ അനുഭവിക്കാൻ പോകുകയാ. അത് കാഴ്ചയാലല്ല, വിശ്വാസത്താ സംഭവിക്കാൻ പോകുന്നു. ഈ ഏകജാതനായ മകൻ മരിച്ചു പോയതിന്റെ വേദന കൊണ്ട് ഈ അമ്മ, വിധവയായ അമ്മ, മറ്റൊരു ആശ്രയമില്ലാത്ത ഈ അമ്മ അതിഭയങ്കരമായി നിലവിളിക്കുന്നു. നമുക്കറിയാം, ചില മരണ വീടുകളിലൊക്കെ പോകുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം താങ്ങുവാൻ കഴിയാതെ വീണ് കിടന്ന് നിലവിളിക്കുന്ന നിലവിളി, അലറി നിലവിളിക്കുന്ന നിലവിളി. അയ്യോ, എന്നെ ഇട്ടച്ചു പോയോ, ഞാൻ ഒറ്റയ്ക്കായല്ലോ, എനിക്ക് ആരുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അലറി കരയുന്ന ഒരുപാട് വരെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയുടെ പ്രദേശത്തിൽ പോയ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് ക്രൂരമായ പരിക്കുകൾ സംഭവിച്ച് കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ദുഃഖത്തിൽ ഈ കേരളം മൊത്തമായിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. മരണം പലരെയും തകർത്തുകൊണ്ടിരിക്കുന്നു. മരണം പല കുടുംബങ്ങളെയും തളർത്തിക്കൊണ്ടിരിക്കുന്നു. മരണം പലരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ ഇതാ യേശു കരയുന്ന ആന്റിയെ നോക്കിയിട്ട് നിലവിളിക്കുന്ന ആന്റിയോട് പറയുകയാണ്, കരയണ്ട.
സ്തോത്രം. ഒരുപാട് പേര് പറഞ്ഞതാ, കരയണ്ട, മനുഷ്യവനെ തിരിച്ചു കിട്ടത്തില്ല, അവൻ പോയത് തന്നെ, സാരമില്ല, സാരമില്ല, നീ കരയണ്ട, കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അനേകര് പറയുമ്പോ ഈ വാക്കുകളുടെ മുമ്പിൽ ഈ ആന്റിക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ജീവന്റെ ദാതാവായ, ജീവന്റെ ഉടമസ്ഥനായ യേശു പറയുകയാണ്, കരയണ്ട എന്ന് പറഞ്ഞപ്പോ അവൾ കരച്ചിൽ നിർത്തി. അവളുടെ കരച്ചിൽ നിർത്തി. ആ ശബ്ദത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഈ കരയണ്ടെന്ന് പറഞ്ഞവൻ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞതുപോലെ അല്ല. ഈ കരയണ്ട എന്ന് പറഞ്ഞ ശബ്ദത്തിന് മരിച്ചവന് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൾ ആഴങ്ങളിൽ വിശ്വസിച്ചു. അവന്റെ ശബ്ദത്തിൽ വിശ്വസിച്ചു. പെട്ടെന്ന് അവളുടെ കരച്ചിൽ നിന്നു, അവളുടെ കണ്ണുനീരിൽ നിന്നു യേശു അവളോട് മനസ്സലിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അവളോട് മനസ്സലിഞ്ഞിട്ട് യേശു പറയുകയാണ്, കരയണ്ട. ഈ യേശു ഭയങ്കര മനസ്സലിവുള്ള യേശു. നമ്മളെല്ലാം നന്നായി രുചിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ, രാത്രി ഉറക്കമില്ലാതിരിക്കുന്ന രാത്രിയിൽ നാം ഇങ്ങനെ വേദനയോടെ കിടക്കുമ്പോൾ രണ്ട് കരങ്ങളും വിരിച്ച് നമ്മുടെ അരികിൽ ഇറങ്ങി വരും. എന്നിട്ട് പറയും, സാരമില്ല. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് നമ്മെ തലവോടുന്നത് പോലെ നമ്മെ ഒന്ന് തലയോടിയിട്ട് പറയും, സാരമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. മോനെ, മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒരാശ്വാസം വരും. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ദൈവവചനം പ്രാണനെ തണുപ്പിക്കുന്നു, ദൈവവചനം ഹൃദയത്തെ സന്തോഷം തരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാണനെ ചൂട് പിടിച്ചിരിക്കുന്നു എങ്കിൽ ഈ വചനം നന്നായി നിങ്ങൾ വായിക്കുക, നന്നായി ഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമില്ലെങ്കിൽ ഈ വചനം നിങ്ങൾ നന്നായി ഗ്രഹിച്ച്, ഈ വചനം നിങ്ങൾ നന്നായി ഒന്ന് ചിന്തിച്ച്, നന്നായി ഒന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം പകരും. കഷ്ടതയിൽ നിങ്ങൾ ആയി പോകുമ്പോ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ആകുമ്പോ, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അവരുടെ സാന്നിധ്യം അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുവാൻ പെയ്യുന്ന വൻ മഴ പോലെ ഇറങ്ങി വന്ന് നാം ആശ്വാസം പ്രാപിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി, തന്റെ കരുണയത്രയോ യേശു മാറാത്തവൻ
ശ്രേഷ്ഠോപദേശം തന്നോ സിയോനെ വാണിടുവാനാ ശ്രേഷ്ഠോപദേശം തന്നോ ആരുടെ അത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമോ നന്ദി കൊണ്ടുള്ള ഉള്ളുമേ ആരുടെ അത്ഭുതം ഇവൻ കൃപയെ ഓർക്കുമോ നന്ദി കൊണ്ടുള്ള ഉള്ളുമേ യേശുമാരാത്തവൻ 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 നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 ഇന്നുമെന്നും കൂടെയുള്ളവൻ. അടുത്തിരിക്കുന്ന ആളിന്റെ കരം പിടിച്ച് കുലുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു യേശു മാറാത്തവൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറയാമോ? ആ പറഞ്ഞു തോറും യേശു നമ്മുടെ അടുക്കൽ അടുത്തുകൊണ്ടേയിരിക്കും. ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം കൈവിട്ടാലും, നീ കൊള്ളില്ല എന്ന് പറഞ്ഞാലും, നീ പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, യേശു നിന്നെ വിട്ട് മാറിപ്പോവില്ല. യേശു നിന്നെ കൈവിടില്ല. യേശു നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഉറ്റവര് നിന്നെ ഉപേക്ഷിച്ച ആ ഭാരം നിന്റെ ഉള്ളിൽ ഇന്നും വേദനിപ്പിക്കുമ്പോൾ, നിന്റെ കൂടെ നടന്ന് നീ സഹായിച്ചവര് നിന്നെ വെറുത്ത് നിന്നെ വിട്ട് മാറിയുമ്പോൾ യേശു മാറില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരോഗ്യം ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ എല്ലാവരാലും കൈവിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വേദനയിൽ പകർച്ചയുടെ മണ്ഡലത്തിൽ മരിച്ചാൽ മതി എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ ആത്മാവ് ഇന്ന് രാവിലെ എന്നെ കാണിക്കുന്നുണ്ട്. അവരോട് യേശു പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാല്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാല്, ആരെല്ലാം നിന്നെ വിട്ടുപോയാല്, നിന്റെ സമ്പത്തുകൾ ആരെല്ലാം കൊള്ളയടിച്ചാല്, ആരെല്ലാം അത് അപകരിച്ചാല്, സാരമില്ല. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തന്നുകൊണ്ട് കൂട്ടുകാരിൽ പലരും ആനന്ദ തൈലക്ക നിന്നെ അഭിഷേകം ചെയ്ത് കാട്ടിൽ കിടന്ന ദാവീദിനെ വിളിച്ചു വരുത്തി ശമൂവേൽ പ്രവാചകൻ ഇതാ ഒരു അഭിഷേകം അവന്റെ മേൽ ചെയ്യുകയാണ്. അത് വെറും അഭിഷേകമല്ല, ഒരു രാജ്യത്തെ ഭരിക്കുക, ഇസ്രായേൽ ജനത്തെ ഭരിക്കുക, ഒരു രാജാവായി അവന്റെ മേൽ അഭിഷേകം നടന്നതുപോലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം ആ വ്യക്തിയെ തേടി ചെല്ലുന്നു. ആ വ്യക്തി യേശു ഹല്ലേലൂയ അവരോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചില രോഗികളെ യേശു സൗഖ്യമാക്കുന്നത് ഞാൻ കർത്താവിന്റെ ആത്മാവിൽ വെളിപ്പാട് കാണുകയാണ്. ഏറിയ വർഷങ്ങൾ കൊണ്ട് നടക്കാൻ കഴിയാതെ കിടപ്പിൽ കിടക്കുന്ന ചില രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കാൻ ഈ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ സ്നേഹം അവരുടെ റൂമിലേക്ക്, അവരുടെ കിടക്കയിലേക്ക് ഇറങ്ങിച്ചിടുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനെ കാണുന്നു. ആ ആഞ്ഞിപ്പാടുള്ളക്കാര് അവരുടെ തലമേല് വച്ച്
ഇതാ ആ സ്പർശനം യേശുവിന്റെ ടച്ചിങ് അവരിതാ അവരുടെ ശരീരം മുഴുവൻ അനുഭവിക്കുന്നത് അതിൽ കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ അവരുടെ ശിരസ് മുതൽ പാദം വരെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത്. ആമേ ശനിക്കാത്ത ഭാഗങ്ങൾ ഇതാ ശനിക്കുന്നത് ഞാൻ ആത്മമണ്ഡലത്തിൽ വെളിപ്പാടുകൾ കാണിക്കുന്നു. ഇത് ഇന്ന് പകലിൽ ഇപ്പോ അത് സംഭവിക്കട്ടെ. ഈ ശബ്ദം കേട്ട് ഒരു വ്യക്തി വീട്ടിനകത്തിരുന്നു കൊണ്ട് ഈ യേശുവിന്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ ഇത് പറയുമ്പോ ആ കണ്ണ് നിറയുന്നുണ്ട്, ആ ഹൃദയം വിങ്ങുന്നുണ്ട്. ഏറിയ നാളുകൾ കൊണ്ട് രോഗത്തിലായിരിക്കുന്ന ആ വ്യക്തി ഈ പകലിൽ തൊടുന്ന യേശുവിന്റെ സ്നേഹം അവിടെ ഇറങ്ങിച്ചെല്ലുന്നു. രണ്ട് കരങ്ങളെയും അടിച്ച് യേശുവിനെ നമ്മൾ പറയാമോ? ഈ യേശു മാറുകയില്ല, അവൻ നമ്മെ മറക്കത്തില്ല. പാടിയതുപോലെ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. അവനെ കണ്ട് മനസ്സറിഞ്ഞിട്ട് യേശു മഞ്ചത്തിന്റെ അരികിലേക്ക് നടന്നു പോകുന്നു. യേശു ആ മഞ്ചം തൊടുമ്പോൾ ചുമക്കുന്നവർ ആ മഞ്ചം താഴേക്ക് വച്ചു. എന്താ അവിടെ വായിക്കുന്നത്? വേഗത്തിൽ വായിക്കാം. വാലിക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചിട്ട് മണിക്കൂറുകളായി, അടക്കുവാൻ സമയമായി. അകലെ കുഴികൾ വെട്ടി നന്മട്ടിയും പിടിച്ച് ചിലര് നിൽക്കുകയാണ്. ആ മരിച്ചവൻ ഇപ്പോൾ അവൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവരും. അവനെ കുഴിച്ചു മൂടി പൈസ വാങ്ങി വീട്ടിൽ പോകുവാനായി കാത്തു നിൽക്കുമ്പോൾ ആ മഞ്ചത്തിൽ കിടക്കുന്ന ബോഡി യേശുവിനെ തൊട്ടിട്ട് ഹല്ലേലൂയ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, വാലിയക്കാരാ എഴുന്നേൽക്കുക. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. യേശുവിന്റെ ഒരു വാക്ക് മരിച്ചു പോയവന്റെ ആത്മാവ് മടങ്ങി വന്നു. മഞ്ചത്തിൽ മരിച്ചു കിടന്നവൻ, ചലനമില്ലാതെ കിടന്നവൻ ചില മിനിറ്റ് കഴിയുമ്പോൾ മണ്ണിന്റെ അടിയിൽ വച്ച് അവനായി തയ്യാറാക്കിയ കുഴിയിൽ വച്ച് മണ്ണിട്ട് മൂടേണ്ട സ്ഥാനത്ത് യേശു കൽപ്പിക്കുകയാണ്, വാലിയക്കാരാ എഴുന്നേൽക്കുക, വാലിയക്കാരാ എഴുന്നേൽക്കുക. അധികാരമുള്ളവൻ പറഞ്ഞപ്പോ മരിച്ചു കിടന്നവൻ, ആരെയും മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. സന്തോഷമുണ്ട്. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. തീർന്നില്ല, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ കൊണ്ട് അവൻ്റെ വാ അടഞ്ഞുപോയ സ്ഥാനത്ത് ഹല്ലേലൂയ അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു കൽപ്പിച്ച ഇതൊക്കെ സംഭവിക്കുക, യേശു തൊട്ടാൽ ഇങ്ങനെ സംഭവിക്കുക, യേശു കൽപ്പിച്ചാൽ ഇങ്ങനെ സംഭവിക്കുക. അന്ന് ഹല്ലേലൂയ യേശുവിന്റെ കാലത്ത് നടന്നതുപോലെ ഈ കാലഘട്ടത്തില് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ കൽപ്പിക്കുമ്പോൾ രോഗികൾ ചാടി എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട് മെഡിക്കൽ കോളേജുകൾ തള്ളി, ഓ ഡോക്ടർമാർ കൈവിട്ട് ഇന്ന് രക്ഷയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് രക്ഷപ്പെടുത്തുന്ന, രക്ഷ തരുന്ന, രക്ഷിക്കുന്ന ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാ ഒരു യേശുവിനെ മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ ഞാൻ ഓർക്കട്ടെ, ദൈവസഭയോട് ഈ ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളോട് ഞാൻ പറയുകയാണ്, അവന് സകലതും കഴിയും, സകലതും കഴിയും. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ ഇനി ആ വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ നടക്കത്തില്ല, ഒരു അത്ഭുതം നടക്കത്തില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തെ തള്ളിക്കളഞ്ഞു എങ്കിൽ ആ വിഷയത്തെ ചലിപ്പിക്കുന്ന യേശുവിന്റെ കരം
എന്ന് പറയുമ്പോൾ ആമേ നിന്നെ മടക്കി കൊണ്ടുവരാ, നിന്നെ രക്ഷിക്കുവാ കഴിവുള്ള ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇങ്ങനെ പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമം രക്ഷ തരുന്ന നാമം, യേശുവിന്റെ നാമം രക്ഷിക്കുന്ന നാമം, മരിച്ചാലും ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തകർന്നു പോയാലും അവിടെ നിന്ന് നിന്നെ പണിത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. എല്ലാം നഷ്ടമായി പോയാലും അതിനെ ഇരട്ടിയായി മടക്കി തരുന്ന ഒരു ദൈവം. പ്രസംഗിക്കുന്ന എൻ്റെ ജീസസ്, ഞാനിത് പറയുമ്പോൾ തന്നെ ആ ജീസസിന്റെ സാന്നിധ്യം ശക്തിയായി എൻ്റെ മേലിറങ്ങി വരികയാണ്. ഈ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേലിറങ്ങി വന്ന നിശ്ചയമായി ഒരു അത്ഭുതം ആമേൻ നിനക്ക് സംഭവിക്കും. ഈ ഒരു ജീവിതത്തിൽ എല്ലാം നഷ്ടമായി. 10 മക്കളുണ്ടായിരുന്നു, ദാസന്മാരുണ്ടായിരുന്നു, ദാസിമാരുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു, കാളകളുണ്ടായിരുന്നു, ഒട്ടകമുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, വെള്ളികള് പൊന്നുകളുണ്ടായിരുന്നു. എന്നാ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടമായി, എല്ലാം കൈവിട്ടുപോയി. സാത്താൻ ഒരുമിച്ച് അട്ടഹസിച്ച് ആമേൻ വിളിച്ചു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം നഷ്ടമായിരിക്കുന്നു, നീ ഒരിക്കലും പഴയ നിലയിൽ വരികയില്ല. ഇനി നിനക്ക് സമ്പത്ത് കാണാൻ കഴിയത്തില്ല. നീ ഒരു യജമാനനായി, നീ ഒരു പ്രഭുവായി, നീ ഒരു ഭക്തനായി ഇനി വരികയില്ല. ഇവിടെ നിന്റെ തകർച്ച കുറിച്ചിരിക്കുകയാണ്. ഇനി നീ പണിയപ്പെടില്ലെന്ന് പറയുമ്പോ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു, അല്ല അയ്യോവേ, നിനക്ക് എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം ഞാൻ മടക്കി തരും. ഇരട്ടിയായി മടക്കി തരും, ഇരട്ടിയായി മടക്കി തരും, ഡബിളായി മടക്കി തരും, ട്രിബിളായി മടക്കി തരും. ഈ പകലിൽ ഒന്നുകൂടെ ആഴങ്ങളിൽ ഞാൻ പറയുന്നു, 10 മടങ്ങായി മടക്കി തരാം. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ കഴിയും. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ ആര് തയ്യാറാകുമോ? നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരാം. എന്റെ ജീസസ് ഇന്ന് പകലിൽ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കുക, ഏകജാതനായ മകൻ മരിച്ചുപോയി, ഭർത്താവില്ല. അവൻ ഏകജാതനായ മകനിൽ അവൾ ആശ്രയം വയ്ക്കുമ്പോ പിശാച് അവനെ കൊന്നു കളഞ്ഞു എങ്കിൽ, രോഗം അവനെ കൊന്നു കളഞ്ഞു എങ്കിൽ, ഇതാ അവനെ മടക്കി കൊണ്ടുവരാ അധികാരമുള്ളവർ ഇതാ അവിടെ വരികയാണ്. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അടുത്ത പദം ഇങ്ങനെയാണ്, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ആ സാഹചര്യങ്ങളിൽ യേശു അവിടെ വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മകനെ, മരിച്ചുപോയ മകനെ ജീവിപ്പിച്ച് അവളുടെ കരത്തിൽ കൊടുക്കുകയാണ്. അതുവരെ നിലവിളിച്ച ആന്റി ചിരിക്കുവാൻ തുടങ്ങി. വേദനിച്ചിരിക്കുന്ന ഹൃദയം സന്തോഷിക്കുവാൻ തുടങ്ങി. തല കുനിച്ചിരുന്ന തല ഉയരുവാൻ തുടങ്ങി. എന്താ നഷ്ടപ്പെട്ടത് മടങ്ങി വരാനിടയായി. ഈ ശബ്ദം കേൾക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ നിന്റെ അവകാശം, നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ നിന്റെ സമ്പത്തിനെ ജീസസ് ഈ ദിവസങ്ങളിൽ മടക്കി തരും. ഞാൻ വെറുതെ പറയുകയല്ല, ആത്മാവ് എന്നോട് പറയാൻ, ദൈവസഭയോട് പറയാൻ, ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയാൻ എന്നോട് പറയുന്നു. നഷ്ടപ്പെട്ടത് 2019 7-ാം മാസത്തിനു മുമ്പേ നിന്റെ കരത്തിൽ വരും. കൈവിട്ടുപോയത്, ഒരിക്കലും സാധ്യതയില്ലാത്തത്
കുട്ടികൾ എഴുതിയിട്ട് ഹല്ലേലൂയ ഒരു ജോലി ഇതുവരെ ലഭിക്കാത്തത് ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. ആരുണ്ട് 2 കരങ്ങൾ നീട്ടി അതിനെ വാങ്ങുവാൻ? ആരുണ്ട് അത് എന്നിൽ സംഭവിക്കും എന്ന് പറയാൻ? ഹല്ലേലൂയ. ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് തരാൻ പോകുകയാണ്. അങ്ങനെ ഒരു ദൂത് ദൈവസഭയോട് ദൈവം പറയുന്നു. വിശാലതയുടെ മണ്ഡലവും അത്ഭുതങ്ങളും അടയാളങ്ങളാ ദൈവസഭ മാനിക്കപ്പെടുന്ന ആയിരങ്ങൾ 10,000 അടുത്ത സംസ്ഥാനത്ത് നിന്ന് ചോദിച്ച് വരുന്ന ഒരു കാലഘട്ടം ദൈവസഭയുടെ മുന്നിലുണ്ട് എന്ന് ആത്മാവ് ശക്തമായി ദൈവസഭയ്ക്ക് വാക്ക് തരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനി ഒരിക്കലും എൻ്റെ മകൻ മടങ്ങി വരില്ല എന്ന് അവൾ ഏങ്ങി കരയുമ്പോൾ, നിലവിളിച്ചു കരയുമ്പോൾ, യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അമ്മയുടെ കരത്തിൽ കൊടുത്തതുപോലെ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുതം നിന്റെ കരത്തിൽ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജീസസ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. 2 കരം നീട്ടി വാങ്ങാൻ എത്ര ഇന്ന് പകൽക്കാലം തയ്യാറാകും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവളെ കണ്ടിട്ട് അവൻ മനസ്സിലായി. അവളെ കണ്ടിട്ട് യേശു മനസ്സിലായി. നിങ്ങളെ കണ്ടിട്ട് ഈ പകൽക്കാലം യേശു മനസ്സിലായി. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. വചനം കേട്ട അത്ഭുതത്തിൻ്റെ വചനം നിങ്ങളിൽ വെളിപ്പെട്ടു വരാം. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ സങ്കടം, സമ്പത്തുകൾ കൈവിട്ടു പോയ സങ്കടം, കൂട്ടുകാരൻ നിന്നെ വിട്ട് അകന്നു പോയ സങ്കടം, ആകാൻ വയ്യാത്ത വേദനയിൽ നീ ആയിരിക്കുമ്പോൾ ജീസസ് നഷ്ടപ്പെട്ടതിനെ മടക്കി നിന്റെ കരത്തിൽ തരുന്നു. ഇന്നലെ വരെ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഒരു സമാധാന അന്തരീക്ഷമില്ലാതെ എന്തോ നഷ്ടപ്പെട്ടത് നിമിത്തം നിന്റെ ഹൃദയം പെടഞ്ഞ് നിലവിളിച്ചതിന്റെ മുമ്പിൽ കണ്ണുനീരോടെ നീ ഇരിക്കുമ്പോൾ ആ സന്തോഷത്തെ ഇരട്ടിയായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷത്തെക്കാൾ ഇരട്ടിയായി ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിൽ ദൈവമായിരിക്കുന്നു. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണമായ ശക്തി നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. മിന്നല് പോലെ ചില വെളിച്ചങ്ങളോ ചില ദൈവപ്രവർത്തികളോ അവന്റെ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ കുടുങ്ങിയിരിക്കുന്ന ഇരുട്ടിന്റെ പ്രവർത്തികൾ, വേദനയുടെ ശക്തികൾ, നിരാശയുടെ അനുഭവങ്ങൾ ഈ പകൽക്കാലം എന്റെ ദൈവം മാറ്റിയിട്ട് ഈ കൂടാരത്തിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ അതിനകത്തൊരു വെളിച്ചം, അതിനകത്തൊരു സന്തോഷം അതിന് രാവിലെ വരെ ഉണ്ടായിരുന്നില്ല. ആ ഒരു അനുഭവം ഇതുവരെ ഇല്ലാത്തത് ഈ പകൽക്കാലം നിന്റെ മേ, നിന്റെ കുടുംബത്തിന്റെ മേ, തലമുറകളുടെ മേ, നിന്റെ പ്രവർത്തനങ്ങളുടെ മേ, നിന്റെ സഭയുടെ മേ, ശുശ്രൂഷകളുടെ മേ, ദേശത്തിന്റെ മേ ഇറങ്ങി വരികയാ. ഞാൻ പറയുമ്പോ തന്നെ ആ വെളിപ്പാട് എന്നെ ശബ്ദമായി കാണിക്കുന്നുണ്ട്. കരയണ്ട അടി, കരയണ്ട അപ്പച്ചന്മാരെ, കരയണ്ട സഹോദരങ്ങളെ, കരയണ്ട. കരഞ്ഞതു മതി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കരയണ്ട. നിങ്ങളെ കണ്ട് മനസ്സിലേക്ക് കരയുന്ന വിഷയത്തിന്റെ മേൽ തരികാലം തരാം. സംഘായിച്ച് ആകാശമണ്ഡലങ്ങളെ കീറി മാറ്റി അവൻ ഇറങ്ങി വരുന്നത്.
കരങ്ങളെ അടിച്ച് അവയെ ഒരു പാട്ടുകൂടെ പാടി ശക്തിയായി ആരാധിച്ച് ആത്മബലത്തോടെ കടന്നു പോകാം. സൗഖ്യമാ
വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായിരിക്കുന്ന നല്ല പകലിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയത്തിൽ ഇതുവരെ തിരുസാന്നിധ്യങ്ങളുടെ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഭാഗത്തിൽ കൂടെ പ്രശ്നഭാഗത്തിൽ കൂടെ വ്യക്തമായി സംസാരിച്ചു. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവം, കരയുന്നവരെ നോക്കിയിട്ട് കരയുണ്ടെന്ന് പറഞ്ഞ് മനസ്സലിഞ്ഞിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവം. അവൾ കണ്ടിട്ട് യേശു മനസ്സിലിഞ്ഞു കരയണ്ട എന്ന് പറഞ്ഞു മനുഷ്യത്തിൽ തൊട്ടു. വലിയ കാര്യം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കുവാൻ തുടങ്ങി. അവനെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. അതുവരെ കരഞ്ഞവൻ, അതുവരെ നെഞ്ചിലിടിച്ചവർ, അതുവരെ നിലവിളിച്ചവർ, അതുവരെ തകർന്നിരുന്നവർ സന്തോഷിക്കുവാൻ തുടങ്ങി. അവൾ പറയുവാൻ തുടങ്ങി, യേശു നല്ലവൻ, യേശു വലിയവൻ, അവൻ മാറുകയില്ല. എന്റെ തകർച്ചയിൽ എന്റെ തകർച്ച മാറ്റിയവൻ. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകി. സഭയെയും കുടുംബങ്ങളെയും ജനത്തെയും ആദരിച്ച് മാനിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കില്ല. ഒരു വാദി നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. 91-ാം സങ്കീർത്തനം 10-11 വാക്യം. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. 23-ാം സങ്കീർത്തനം 6-ാം വാക്യവും യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുക. ആ ഐശ്വര്യമായ അനുഗ്രഹത്താൽ ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കും നല്ല പിതാവേ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ കൃപയും നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും ഈ ജനത്തോടും അവരുടെ കുടുംബത്തോടും സഭയോടും ദേശത്തോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ 2-ാം വരവ് വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയമുള്ള ദൈവത്തിന്റെ മഹത്വം കരകയറ്റാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.